ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സതീശ് ഞങ്ങളുടെ ജലജ ആൻറ്റിയുടെ ഈ ഇടയ്ക്ക് പെരവാസ്തുലി കഴിഞ്ഞൊരു വീടാണ്. പെരവാസ്തുലിക്ക് ഞങ്ങളെ വിളിച്ചിരുന്നു, പക്ഷേ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് വീട് കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിലെ കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഒരു 4 കെട്ട് മോഡലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ആട്ടുതൊട്ടിലൊക്കെ അതിൻ്റെ സൈഡിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ നടുത്തളം. ഇവിടെ നമുക്ക് വെള്ളമൊക്കെ നിറച്ച് അലക്കാര മത്സ്യങ്ങളെയൊക്കെ വളർത്താനുള്ള സൗകര്യമുണ്ട്. നാല് ബെഡ്റൂമുകളുള്ള ഒരു സിംഗിൾ സ്റ്റോറേഡ് വീടാണിത്. 4 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും കബോർഡുകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലെ 3 മുറികളും വരുന്നത് മെയിൻ ഹാളിന് ചുറ്റുമായിട്ടാണ്. ഒരു മുറി ഡൈനിങ് ഹാളിന് എതിർവശത്തായിട്ട് വരും. നിറയെ ഷോ പീസുകളും മനോഹരമായ ലൈറ്റിങ്സും കൊണ്ട് അലങ്കരിച്ച അതിമനോഹരമായ ഒരു വീടാണിത്. പിന്നെ ഈ കാണുന്നതാണ് ഈ വീട്ടിലെ അടുക്കള. അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ അടുക്കളയ്ക്ക് സൈഡിലായിട്ട് ഒരു പൂജാമുറിയുമുണ്ട്. മെയിൻ അടുക്കളയോട് ചേർന്ന് 2 സ്റ്റോർ മുറികളും ഒരു ചെറിയ അടുക്കളയും ഉണ്ട്. ഞങ്ങൾ 3 മണിയോട് കൂടിയാണ് അവിടെ ചെന്നത്. പെട്ടെന്ന് കയറി ഇറങ്ങി പോരാന്നുള്ള ഉദ്ദേശത്തിലാണ് ചെന്നത്. പക്ഷേ ഞങ്ങളെ ഊണൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന് പിന്നെ ആൻറ്റി വിട്ടത്. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ആൻറ്റിയുടെ കൈകൊണ്ടുണ്ടാക്കിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് കറികളോട് കൂടിയൊരു നല്ല ഊണായിരുന്നു തന്നത്. ആൻറ്റി ഞങ്ങളും ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. അവിടുന്ന് ലീവിന് വന്നിട്ടാണ് പെരവാസ്തുലിയൊക്കെ നടത്തിയത്. അപ്പോൾ അവർക്കും കുറച്ച് ദിവസം കൂടി ഇവിടെ സ്റ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.